കേരള PSCയുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. A 230 volt 50 Hz single phase supply is connected to the series combination of a pure resistance of 50 ohm, a pure variable capacitor of 25 microfarad and a pure variable inductor of 1.5 millihenry. By properly adjusting the component values, it is made that the current through the circuit is maximum. What is the power factor of the circuit now? അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത്. സിംഗിൾ ഫേസ് 230 വോൾട്ട് 50 ഹെർട്സ് AC സപ്ലൈ കണക്റ്റഡ് ടു 50 ഓം റെസിസ്റ്റർ, 25 മൈക്രോഫാരഡ് കപ്പാസിറ്റർ ആൻഡ് 1.5 മില്ലി ഹെൻറി ഇൻഡക്ടർ. ഇത് സീരീസ് കോമ്പിനേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് സീരീസ് RLC സർക്യൂട്ടാണ് കിട്ടുന്നത്. നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറണ്ട്. ഇൻഡക്ടർ മൂലം ആൾട്ടർനേറ്റിംഗ് കറണ്ടിനുണ്ടാകുന്ന ഒപ്പോസിഷനെയാണ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഡിനോട്ട് ചെയ്യുന്നത് XL. കപ്പാസിറ്റർ മൂലം ഓൾട്ടർനേറ്റിംഗ് കറണ്ടിനുണ്ടാകുന്ന ഒപ്പോസിഷനെയാണ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് എന്ന് പറയുന്നത്. ഡിനോട്ടഡ് ബൈ XC. ഒരു സർക്യൂട്ടിൽ കൂടെ AC കറണ്ട് ഫ്ലോ ചെയ്യുമ്പോൾ അതിലെ ടോട്ടൽ ഓപ്പോസിഷനെയാണ് നമ്മൾ ഇമ്പിഡൻസ് എന്ന് പറയുന്നത്. ഇനി RLC സീരീസ് സർക്യൂട്ടിലെ ഇമ്പിഡൻസ് എന്ന് പറയുന്നത് Z = √R² + XL - XC the whole square ആയിരിക്കും. സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് മാക്സിമം ആകുമ്പോഴുള്ള പവർ ഫാക്ടർ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. സർക്യൂട്ടിൽ കൂടെയുള്ള കറണ്ട് മാക്സിമം ആകുമ്പോൾ നമ്മുടെ ഇമ്പിഡൻസ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ഇൻഡക്റ്റീവ് റിയാക്ടൻസ് XLയും കപ്പാസിറ്റീവ് റിയാക്ടൻസ് SCയും ഈക്വൽ ആകുമ്പോൾ നമ്മുടെ ഇമ്പിഡൻസ് എന്താവുമെന്ന് നോക്കിയേ. Z = √R² + XL - XC the whole square അല്ലേ? അപ്പോൾ XL = XC ആകുമ്പോൾ XL - XC the whole square എന്ന് പറയുന്ന ടേംസ് 0 ആയി പോകും. അപ്പോൾ Z = √R² എന്ന് വരും. അപ്പോൾ Z = R കിട്ടും. ഇമ്പിഡൻസിൻ്റെ വാല്യൂ മിനിമം ആകും, അതായത് ഈക്വൽ ടു റെസിസ്റ്റൻസ് മാത്രമാകും. അപ്പോൾ കറണ്ട് എന്തായിരിക്കും? മാക്സിമം ആയിരിക്കും. ഈ കണ്ടീഷനെ പറയുന്ന പേരാണ് റെസൊണൻസ് കണ്ടീഷൻ. ഒരു RLC സീരീസ് സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ cos φ എന്ന് പറയുന്നത് R/Z ആയിരിക്കും. അപ്പം നമ്മുടെ റെസൊണൻസ് കണ്ടീഷനിൽ നമ്മുടെ ഇമ്പിഡൻസ് Z എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? R ആയിട്ട് മാറും. അപ്പം നമ്മൾ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. പവർ ഫാക്ടർ എന്ത് കിട്ടും? R/R എന്ന് കിട്ടും. = 1. ആൻസർ 1.